Welcome to Life and Its Beauty by Over your skin you can see it beat, intoxicating your energy. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പം അൺബോക്സിങ് പ്ലസ് ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഫസ്റ്റ് യൂസേജിലുള്ള റിവ്യൂ ആണ്. അതായത് എനിക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നുള്ള റിവ്യൂ ആണ്. അപ്പം ഈ പ്രോഡക്റ്റ് എന്തെന്ന് വെച്ചാൽ ദ വെൽനസ് ഷോപ്പിൻ്റെ പ്രോഡക്റ്റാണ്. അതായത് വാക്സിംഗ് പൗഡറാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് എത്തിയ കഥ എന്തെന്ന് വെച്ചാൽ, ഞാൻ ഡെയിലി ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരുപാട് ആഡ്സ് കാണാറുണ്ട്. പിന്നെ ഞാൻ ഷോർട്സിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആയിട്ട് കാണുന്നതാണ് പലരും ഈ പൗഡേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂസൊക്കെ. അപ്പം ഞാൻ റേസേഴ്സാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പം റേസർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ കുഞ്ഞു കട്ട്സ് ഒക്കെ വരാറുണ്ട്. അപ്പം അതിൽ ഞാൻ സ്കിൻ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ ബേണിങ് പോലെ വരും. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഓൾട്ടർനേറ്റീവ് ഐഡിയ ആയിട്ട് ഇതേപോലെ പൗഡർ യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിലുള്ളത് 2 പ്രോഡക്റ്റ് ആണ്. ഒന്ന് ഫേഷ്യൽ വാക്സിംഗ് പൗഡറും രണ്ടാമത്തേത് ബിക്കിനി വാക്സിംഗ് പൗഡറും. അപ്പോൾ ഇത് നമുക്കറിയാമല്ലോ, ഹെയർ റിമൂവലിന് വേണ്ടിയിട്ടാണ് ഈ പൗഡേഴ്സ് 2 യൂസ് ചെയ്യുന്നത്. ഈ ഫേസിൽ യൂസ് ചെയ്യുന്ന പൗഡർ 5 മിനിറ്റ്സ് മാത്രം നമ്മൾ കീപ്പ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ബിക്കിനിയിൽ യൂസ് ചെയ്യുന്നത് 10 മിനിറ്റ്സും ആണ് യൂസ് ചെയ്യാനുള്ളത്, കീപ്പ് ചെയ്യാനുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് തുറന്നിട്ട് പാക്കറ്റിലുള്ള ഇൻഫർമേഷൻസ് നോക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് വന്നിട്ട്. ഞാൻ ഇതിൻ്റെ ടേപ്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തുറന്നു നോക്കാം. ഓക്കെ, തുറക്കുമ്പോഴത്തേക്ക് ആദ്യം കാണുന്നത് ഈ ഫേസ് ടേമറിക് ഫേഷ്യൽ വാക്സ് ആണ്. ടേമറിക് ഫേഷ്യൽ വാക്സ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 5 മിനിറ്റ്സ് ഇത് കീപ്പ് ചെയ്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഒരു കാമിങ് ജെല്ല്. ഇതിന് ഞാൻ പൈസയൊന്നും പേ ചെയ്തിട്ടില്ല. ഇത് ഞാൻ ആ സമയത്ത് മേടിക്കുമ്പോൾ എന്തോ ഓഫർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മേടിച്ച് നോക്കിയത്, യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. ഇത് നമുക്ക് ഫേസിലും നെക്കിലും യൂസ് ചെയ്യാം കേട്ടോ. അടുത്തത് വരുന്നത് ബിക്കിനി വാക്സ് ആണ്. ഇനി നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. കാരണം ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആദ്യം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പം ഇതിൽ ഞാൻ നോക്കിയിട്ട് ഒട്ടുമിക്ക എല്ലാ ഇൻഗ്രീഡിയൻസും നാച്ചുറൽ ആണ്. അതായത് റോസ് പൗഡർ അറിയാലോ, നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്ത് എക്സ്ഫോലിയേറ്റ് ചെയ്ത് സൂത്ത് ചെയ്ത് വെക്കാൻ വേണ്ടി നല്ലതാണ്. അതേപോലെ തന്നെ ഉപ്റ്റൻ അറിയാലോ, നമ്മുടെ സ്കിൻ ഈവൻ ടോൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ലതാണ്. ഇത് നമുക്ക് ഒട്ടുമിക്ക പരിചിതമായ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ചന്ദൻ പൗഡർ ഈവൻ ടോൺ തരാനും സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും പിന്നെ ഹീലിംഗ് പ്രോപ്പർട്ടി ഒക്കെ ഉള്ളതാണ്. നീം പൗഡർ അതേപോലെ തന്നെ ആക്നെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നല്ലതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മുലേത്തിയാണ്, നമ്മുടെ ഇരട്ടി മധുരം. അതും ഈവൻ ടോണൊക്കെ ചെയ്ത് തന്ന് നമ്മുടെ സ്കിന്നിന് ഒരു ഈവൻ ടോൺ തരാനും ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ നല്ലതാണ്. മുൾട്ടാണി മിട്ടി നമ്മുടെ ഓയിൽനെസ് കുറയ്ക്കാൻ വേണ്ടി നല്ലതാണ്. പിന്നെ ഇതിൽ അവസാനം കൊടുത്തേക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ BAS ആണ്, ബേരിയം സൾഫൈഡ്. ഒട്ടുമിക്ക എല്ലാ വാക്സിൻ ക്രീംസിലും പൗഡേഴ്സിലും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ 2 പ്രോഡക്റ്റിലും ഇതേ സെയിം ആണ്. പിന്നെ ബിക്കിനി വാക്സിൻ പൗഡറിൽ കുറച്ച് എക്സ്ട്രാ ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട്. റൈസ് വാട്ടർ, അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതെല്ലാം നാച്ചുറൽ ആണ്. അപ്പം അത് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെയാണ് നല്ലതാണ് എന്നാണ് ഗൂഗിൾ പറയുന്നത്. പിന്നെ ഇതില് രണ്ടിലും BAS എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ കോമ്പൗണ്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി പാച്ച് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു വാണിംഗ് അവർ തന്നിട്ടുണ്ട്. സോ 48 അവർ നോർമൽ സ്കിന്നുള്ളവർ പാച്ച് ടെസ്റ്റ് ചെയ്യുക. സെൻസിറ്റീവ് സ്കിന്നുള്ളവർ 7 ഡേയ്സ് വരെയാണ് പാച്ച് ടെസ്റ്റ് ചെയ്യാനുള്ളത്. അതായത് നമ്മൾ ഇന്നിപ്പോൾ ഈ സാധനം നമ്മൾ ഉണ്ടാക്കി നമ്മൾ വെള്ളത്തിനോട് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്ത് 10 മിനിറ്റ്സ് ഇരുന്നിട്ട് 2 ഡേയ്സ് വരെ വെയിറ്റ് ചെയ്ത് നമുക്ക് ഇറിറ്റേഷൻ ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നോർമൽ സ്കിന്നുകാർ യൂസ് ചെയ്യാവൂ. അതേപോലെ സെൻസിറ്റീവ് സ്കിന്നുകാർ 7 ഡേയ്സ് വരെ കാത്തിരുന്ന് ഇറിറ്റേഷൻ ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഇത് പിന്നെ യൂസ് ചെയ്യാവൂ. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇപ്പം നമ്മൾ ഫേഷ്യൽ വാക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചിൽഡ് വാട്ടർ ആണ് യൂസ് ചെയ്യാനുള്ള. ബിക്കിനി വാക്സ് ആണെങ്കിൽ നോർമൽ വാട്ടർ മതി.
പിന്നെന്താ, ഇതിന് കുറച്ചുകൂടി ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ ഇത് വേഗൻ ക്രുവൽറ്റി ഫ്രീ, പാരബൻ ഫ്രീ, എത്തിക്കൽ സോഴ്സിങ്, ക്ലീൻ ഇൻഗ്രീഡിയൻസ് അങ്ങനെയൊക്കെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ വേറൊന്നുമില്ല. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാനിത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് റിവ്യൂ പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇത് പാച്ച് ടെസ്റ്റ് ചെയ്ത് 2 days കഴിഞ്ഞിട്ട് മാത്രമേ എനിക്കിത് ഫേസിൽ യൂസ് ചെയ്തിട്ട് റിവ്യൂ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം എന്തായാലും ഞാൻ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ ഫേഷ്യൽ വാക്സിൻ പൗഡറാണ് യൂസ് ചെയ്ത് കാണിച്ചിരുന്നത്. അപ്പം ഇതിനായിട്ട് എനിക്ക് ചിൽഡ് വാട്ടർ വേണം. അപ്പം ഞാൻ ഫ്രീസറിൽ ചിൽഡ് വാട്ടർ ഉണ്ടാക്കാനായിട്ട് വെള്ളം എടുത്ത് വെക്കണം. അപ്പോൾ നമുക്ക് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പം പാച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ചിൽഡ് വാട്ടർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഫ്രീസ് ചെയ്തെടുത്തതാണ്, ഒരു 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചാണ്. പക്ഷേ ഐസൊക്കെ അല്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്ത് വെളി വെച്ചിട്ട് 5 മിനിറ്റായി. പിന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു സ്പൂണും വേണം. പിന്നെ നമ്മുടെ പൗഡർ എടുത്തിട്ടുണ്ട്. ഞാൻ ഫേഷ്യൽ വാക്സിൻ പൗഡറാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് ഇതേപോലെ തുറക്കാൻ പറ്റും. തുറക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് തന്നെ ഒരു ബ്രഷുണ്ട്, പ്ലസ് ഒരു സ്പൂണുണ്ട്, ഇതിനകത്ത് പൗഡറുണ്ട്, പിന്നെ ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. ഇവർ ആദ്യം പറഞ്ഞേക്കണം കോൾഡ് വാട്ടറിൽ മിക്സ് ചെയ്യണമെന്നാണ്. പിന്നെ നല്ല തിക്ക് പേസ്റ്റ് ആക്കണം. പാച്ച് ടെസ്റ്റ് ചെയ്യണം. 5 minutes ഫേസിനും 10 minutes ബോഡിയിലുമാണ്. അപ്ലൈ ചെയ്തിട്ട് നമുക്ക് റിമൂവ് ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി 20 minutes അപ്ലൈ ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു തിക്ക് പേസ്റ്റാണ് ഉണ്ടാക്കേണ്ടത്. തിക്ക് പേസ്റ്റ് ഉണ്ട്. ഈ സ്പൂണിന് ഒരു ഇത്രയും പൗഡറാണ്. കോൾഡ് വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചെയ്തെടുക്കാം. തിക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് വല്ല ഇറിറ്റേഷനോ എങ്ങാനും ഉണ്ടാകുന്ന നോക്കാം. നമുക്ക് ഒരു 5 minutes കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇന്ന് day 3 മോർണിംഗ് ആണ്. ഞാൻ ഫസ്റ്റ് ഡേക്ക് എനിക്ക് ഇറിറ്റേഷനൊന്നും ഇല്ലായിരുന്നു, സെക്കൻഡ് ഡേക്ക് ഇറിറ്റേഷനൊന്നും ഇല്ലായിരുന്നു. ഇന്നും എനിക്ക് ഇറിറ്റേഷൻ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് എടുക്കണം. സോ നമുക്ക് പേസ്റ്റ് റെഡിയാക്കാം. പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്ത് അന്ന് അവിടുത്തെ ഒരു ഹെയർ റിമൂവ് ആയിരുന്നു എന്ന് എനിക്ക് ഇങ്ങനെ തോന്നി. ജസ്റ്റ് ഒന്ന് കൂടെ എന്താ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആയ പോലെ തോന്നിയായിരുന്നു. അപ്പം ഇന്ന് ഞാൻ അതേപോലെ അന്ന് ചെയ്ത അതേപോലെ കോൾഡ് വെള്ളത്തിൽ നല്ല തിക്കായിട്ട് പൊടി കലക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസിൽ നെക്കിലും അപ്ലൈ ചെയ്യാം. സോ ഞാൻ അപ്ലൈ ചെയ്യാൻ പോണേ. ഒരു 5 minutes അങ്ങനെ ഫോൺ കിട്ടുന്നുണ്ട്. അപ്ലൈ ചെയ്ത് ഞാൻ 5 minute ടൈമർ വെച്ചിട്ടുണ്ട്. എനിക്ക് ചെറുതായിട്ടൊരു മീറ്ററുണ്ട്. നമുക്ക് നോക്കാം. 5 minute ഇനി എന്തെയ്യാമോ തണുത്ത വെള്ളത്തിൽ ഓക്കെ ഗൈസ്, 5 minute ആയി. ഇനി നമുക്ക് ഓപ്പോസിറ്റ് ഹെയർ ഗ്രോത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വൈപ്പ് ചെയ്ത് കളയാം. ഓക്കെ, ഫേസ് വൈപ്പ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട്, കാരണം എനിക്ക് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ട് ഞാൻ വാഷ് ചെയ്തു. എന്നിട്ട് ഞാൻ മിററിലൊന്ന് പോയി നോക്കി. നല്ല ഫേസ് ബ്രൈറ്റ് ആയി കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇവിടുത്തെ ഹെയർ ഒക്കെ നല്ലപോലെ പോയി. എനിക്കിങ്ങനെ ഇവിടെയൊക്കെ രോമമുണ്ട്, ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ വലിയ രോമങ്ങളുണ്ട് കേട്ടോ, ഇങ്ങനെ വളർന്നു വരുന്ന. അപ്പം ആ രോമത്തിക്കാർ കൊണ്ടിട്ടാണ് ഒന്ന് വലിയ രോമം വന്നിട്ടുണ്ടായിരുന്നു, ഒരു കൂട്ടത്തിൽ രോമം ഉണ്ടായിരുന്നു. അതിവിടെ എവിടെയെങ്കിലും ഉണ്ടാകുന്നു പറയും. എന്തായാലും വാക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഹെയർ എല്ലാം പോകുന്നുണ്ട്. പൗഡർ അപ്ലൈ ചെയ്യുമ്പോൾ ഹെയർ എല്ലാം പോകുന്നുണ്ട്.
സ്കിൻ നല്ലൊരു ബ്രൈറ്റ് ആവുന്നുണ്ട്, പക്ഷെ കുറച്ച് ബേണിങ് സെൻസേഷൻ ഉണ്ട്. അതിനാണെന്ന് തോന്നുന്നു അവർ പറയുന്നുണ്ട് ഐസ് ക്യൂബ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഐസ് ക്യൂബ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് മന്ത്ലി വൺസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് എത്രത്തോളം എന്താ, എനിക്കിങ്ങനെ ബേണിംഗ് ഒക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഓക്കെ ആണോ എന്ന് എനിക്ക് അങ്ങോട്ട് ഡൗട്ടാണ്. എന്നാൽ നമുക്ക് ഇപ്പോൾ ടേമറിക് ആയാലും ഇടുമ്പോഴത്തേക്കും ബേണിംഗ് സെൻസേഷൻ ഒക്കെ വരത്തില്ലേ, അതേപോലെയൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും എനിക്ക് കുറച്ച് പേടിയായതുകൊണ്ട് ഞാനൊരു മന്ത്ലി വൺസ് ഒക്കെ ആയിരിക്കും തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ നമ്മുടെ പുരികത്തിലൊന്നും ഒട്ടും വരാതെ ശ്രമിക്കുക. അവിടെ തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എവിടെയാണ് നമ്മൾ മീശയുടെ ഭാഗത്താണെങ്കിൽ അവിടെ മാത്രം തേക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നല്ലപോലെ എൻ്റെ എവിടത്തേക്ക് ഹെയർ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ബ്രൈറ്റ് ആക്കുന്നുണ്ട് നമ്മുടെ ഫേസ്. പിന്നെന്താ, ഒരു ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്ത ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ ചെറുതായിട്ടൊന്ന് ഡ്രൈ ഔട്ട് ആവുന്നുണ്ട് ഫേസ്. അപ്പം നല്ല ഡ്രൈ ആവുന്നുണ്ട്. നമുക്കിനി അവരുടെ തന്നെ പോസ്റ്റ് വാക്സ് കാമും ജെല്ലുണ്ട്, അത് തേക്കാം. യെല്ലോ കളറാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫേസ് കുറച്ച് ബ്രൈറ്റ് ആയി, പിന്നെ ഹെയർ ഒക്കെ അത്യാവശ്യം റിമൂവ് ഒക്കെ ആയി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും സൂക്ഷിച്ച് പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക. ചെറിയൊരു ബേണിംഗ് സെൻസേഷനൊക്കെ ഉണ്ട്. പിന്നെന്താ, നമ്മുടെ പിരികത്തൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിച്ച് മാത്രം അപ്ലൈ ചെയ്യുക. പിരികത്തൊക്കെ നെറ്റിയിൽ അപ്ലൈ ചെയ്യാതിരുന്നാൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഒരുപാട് രോമം ഉണ്ടെങ്കിൽ കറക്റ്റ് എവിടെയാണോ രോമം പോകേണ്ടത് അവിടെ മാത്രം അപ്ലൈ ചെയ്യുക. പിന്നെന്താ നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്ത് കറക്റ്റ് അവർ എത്ര ദിവസമാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച്. സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ 7 ഡേ ആണ്, നോർമൽ സ്കിൻ ആണെങ്കിൽ 2 days ആണ്. അപ്പം അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്യാവൂ മൊത്തത്തിൽ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.